പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി തുടർന്ന് ഇന്ത്യ. മുന്നറിയിപ്പില്ലാതെ ധലം നദിയിലെ ഉറി ഡാം തുറന്നുവിട്ടു. പാക് അധിനിവേശ കശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഭീകരാക്രമണത്തിന് സഹായം നൽകിയ 14 പേരുടെ പട്ടിക തയ്യാറാക്കി IB. ക്വാപൂരിലെ ലഷ്കർ ഭീകരർ ഫാറൂഖ് അഹമ്മദിന്റെ വീട് തകർത്തു. വിവരങ്ങളുമായി അനുഷ ബർദൻ ചേരുന്നു. അനുഷ, അടിക്ക് തിരിച്ചടി എന്ന തരത്തിൽ വീണ്ടും തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് കശ്മീരിലെ അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന ജലം നദിയിലെ ഉറി ഡാം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ത്യ തുറന്നുവിട്ടു എന്നതാണ്. ഇതോടുകൂടി ജലം നദിയുടെ തീരത്ത് താമസിക്കുന്ന, അതായത് പാക് അധിനിവേശ കശ്മീരിൽ ജലം നദിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് നേരെ വലിയ രീതിയിലുള്ള വെള്ളം കയറുകയും ജലം നദിയുടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്തു. ഇതോടുകൂടി ഈ തീരത്തുള്ളവരെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിഗതിയിലേക്ക് പാകിസ്ഥാനിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനു ശേഷം തൊട്ടു പിന്നാലെ നടന്ന ആദ്യ നീക്കമാണ് ഇന്ത്യയുടേത്. ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനാൽ തന്നെ ഇത്തരത്തിൽ പാകിസ്ഥാന് ഞങ്ങൾ ഇതാ ഉറി ഡാം തുറന്നു വിടുകയാണ് എന്ന് മുന്നറിയിപ്പ് നൽകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതിൻ്റെ ഭാഗമായി കൊഹാല, ദാൽക്കോട്ട് എന്നീ ഇടങ്ങൾ, പാക് അധിനിവേശ കശ്മീരിലെ ഈ രണ്ടിടങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടായതായി പറയുന്നു. ഇതോടൊപ്പം വിളനാശം ഉണ്ടായതായുമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങളടക്കം ഈ ഒരു പ്രവൃത്തിയെ വാട്ടർ ടെററിസം അല്ലെങ്കിൽ തീവ്രവാദം ജലത്തിൻ്റെ പേരിൽ നടത്തുന്നു ഇന്ത്യ എന്ന രീതിയിലെല്ലാം വലിയ രീതിയിൽ വിമർശനമുയർത്തി. എന്നാൽ യാതൊരു വിധത്തിലും ഈ ഒരു പഹൽഗാമിൽ ഉണ്ടായ ഈ ഭീകരാക്രമണത്തോട് സന്ധിയില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ തുടരുന്നത്. ഒപ്പം തന്നെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയ ശേഷം ഈ ആദ്യഘട്ടത്തിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ വലുതാണ്, അല്ലെങ്കിൽ പാകിസ്ഥാന് നേരിട്ട് പങ്കുണ്ട് എന്നൊരു സ്ഥിരീകരണം വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ത്യ ചെയ്തതായിരുന്നു ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. 1962 ഇന്ത്യ പാക് യുദ്ധത്തിൽ പോലും ഒരു നാൾ പോലും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. എന്നാൽ 26 നിരപരാധികളെ നിരായുധരായ മനുഷ്യരെ കൊന്നൊടുക്കിയതോടുകൂടി ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ത്യക്ക് കടക്കേണ്ടി വന്നു. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഭീകരാക്രമണത്തിൽ ഈ കശ്മീരിൽ അടക്കമുള്ള മേഖലകളിൽ നേരിട്ട് ഉള്ള ആളുകളുടെ പട്ടിക ഇന്റലിജൻസ് ബ്യൂറോ തയ്യാറാക്കിയിട്ടുണ്ട്. 14 പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയത്. ഇത് മറ്റ് അന്വേഷണ ഏജൻസികൾക്കും കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ കുപ്വാരയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഒരു ഭീകരന്റെ വീട് കൂടി ബോംബിട്ട് തകർക്കുകയും ചെയ്തു സൈന്യം. ഇതിൽ പ്രധാനമായും 48 മണിക്കൂറിനകം, ഇന്നലെ മാത്രം 48 മണിക്കൂറിനകം 6 ഭീകരരുടെ വീടുകളാണ് ഇത്തരത്തിൽ തകർത്തത്. ഒപ്പം തന്നെ ശ്രീനഗറിൽ മാത്രം നടത്തിയ തിരച്ചിലിൽ 60 ഇടങ്ങളിലാണ് തിരച്ചിലുണ്ടായത്. കുപ്വാര, ബാരാമുള്ള അടക്കമുള്ള പ്രദേശങ്ങളിൽ 60 ഇടങ്ങളിൽ തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ പ്രാദേശിക തലത്തിൽ ഈ ഭീകരവാദത്തിന് ഫണ്ടിങ്, ഒപ്പം തന്നെ ഭീകരവാദത്തിന് റിക്രൂട്ട്മെന്റ് അടക്കം നടക്കുന്ന ഇടങ്ങളിൽ ഈ പ്രാദേശിക തലത്തിൽ ഇത്തരത്തിൽ ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ട ആളുകളുടെ വീടുകളെല്ലാം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള ഒരു വിസ കാലാവധി ഇന്ന് അവസാനിക്കും. അതുകൊണ്ട് തന്നെ വാഗ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. പാകിസ്ഥാനിലേക്ക് പോകുന്നവർക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഇന്ത്യൻ പൗരന്മാർക്കും വലിയ രീതിയിലുള്ള തിരക്കാണ് വാഗ അതിർത്തിയിൽ അനുഭവപ്പെടുന്നത്. ഇതിനോടകം തന്നെ 450-ലധികം ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാനിൽ നിന്നും വാഗ അതിർത്തി വഴി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി എന്നാണ് വിവരങ്ങൾ. ഒപ്പം തന്നെ ഇന്നൊരു അവസാന തീയതി ആയതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് വാഗ അതിർത്തിയിൽ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ ഇത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി കശ്മീരിൽ നിന്നുള്ള വിവരങ്ങൾ. ദീപ്തി.